ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നു മുതൽ പഴയ നിയമത്തിലെ പുതിയ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശമൂവേലിൻ്റെ പുസ്തകം. ഇപ്പോൾ 1 ശമൂവേൽ, 2 ശമൂവേൽ എന്ന 2 പുസ്തകമാണ് ബൈബിളിലുള്ളത്. ഇസ്രായേലിലെ അവസാനത്തെ ന്യായാധിപനായിരുന്ന ശിംശോൻ്റെ കാലത്ത് മറ്റൊരു സ്ഥലത്ത് താമസിച്ചിരുന്ന വ്യക്തിയാണ് ഈ ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആ ചരിത്രം ആരംഭിക്കുന്നത് ഹന്ന എന്ന് പറയുന്ന വന്ധ്യയായ ഒരു സ്ത്രീയിൽ നിന്നാണ്. എൽക്കാന, ഹന്ന ദമ്പതികൾ, അവർക്ക് മക്കളില്ലായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് പെനീന, 2 ഹന്ന. അന്നത് അനുവദനീയമാണ്. ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുവാനുള്ള അനുവാദം പഴയ നിയമകാലത്തുണ്ടായിരുന്നല്ലോ. 2 ഭാര്യമാരിൽ പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ പെനീന പലപ്പോഴും വാക്കുകൾ കൊണ്ട് ഹന്നായെ വേദനിപ്പിച്ചിരുന്നു. ആ കാലത്ത് മക്കളില്ലാതിരിക്കുക എന്നുള്ളത് ശാപമായി മനുഷ്യൻ കരുതിയിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വളരെയേറെ നിന്ദിക്കപ്പെട്ടിരുന്നു. എൽക്കാനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും അദ്ദേഹം ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടി ശീലോവിൽ പോകുന്നതായ രീതി ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോഴൊക്കെ അതിൻ്റെ ഓഹരി പെനീനായിക്കാണ് കൂടുതൽ നൽകിയിരുന്ന. അവൾക്ക് മക്കളുള്ളതുകൊണ്ടാവാം. ഹന്നായിക്ക് അത്ര തുല്യമായ ഓഹരി കൊടുത്തിരുന്നില്ല. പക്ഷേ എൽക്കാന വളരെയേറെ ഹന്നായെ സ്നേഹിച്ചിരുന്നു. കാരണം അവൾക്ക് മക്കളില്ലാത്തത് കൊണ്ട് അവളോടുള്ള ഒരു സഹതാപ മനോഭാവം തീർച്ചയായിട്ടും ഭർത്താവായ എൽക്കാനയ്ക്ക് ഹന്നയോടുണ്ടായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാവുന്നതാണ്. അപ്പോൾ പെനീന അവളെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൾ കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന അനേക സാഹചര്യങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ദീർഘകാലം ബന്ദികളായിരുന്ന ശേഷം ദൈവം മക്കളെ നൽകിയതും ദൈവത്തിൻ്റേതായ പദ്ധതി അവരിലൂടെ നിറവേറ്റുന്നതുമായ ധാരാളം സ്ത്രീകളെ കാണാൻ സാധിക്കും. സാറ, റിബേക്ക, റാഹേല്, ഹന്ന, ഇങ്ങനെയുള്ള അനേകരുടെ ജീവിതം നമുക്കറിയാം. അവർക്കൊന്നും മക്കളില്ലായിരുന്നു. അപ്പോൾ അവർ ദൈവസന്നിധിയിൽ കൂടുതൽ അവരൊരിക്കലും അവരുടെ ആ മക്കളില്ലാത്ത അവസ്ഥയെ അവർ പഴിച്ച് വെറുതെ ഇരിക്കാതെ ദൈവസന്നിധിയിൽ അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന് നമുക്കറിയാം. ആ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് ലഭിച്ച മക്കൾ മുഖാന്തരമാണ് ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയുള്ളവരിൽ നിന്ന് ജനിച്ച മക്കളിലൂടെ, കാരണം പ്രാർത്ഥനാനുഭവത്തിൽ ജനിക്കുന്ന മക്കൾ ഇപ്പോഴും സഭയ്ക്കായാലും സമൂഹത്തിനായാലും ഒരു അനുഗ്രഹമായിരിക്കും. ഇപ്പോൾ ദീർഘനാൾ പ്രാർത്ഥിച്ചവളായ ഹന്ന ദൈവസന്നിധിയിൽ ഒരു നേർച്ച ഇത് നേരുന്നുണ്ട്. നേർച്ച ഇതാണ്: നീ എനിക്കൊരു മകനെ നൽകുമെങ്കിൽ ഞാൻ അവനെ നാസ്രവ്രതക്കാരനായി ദൈവത്തിന് തന്നെ, ദൈവികമായ ശുശ്രൂഷയ്ക്ക് തന്നെ പൂർണ്ണമായി അവനെ സമർപ്പിക്കും എന്നുള്ളതാണ്. ഹന്ന തനിക്കൊരു മകൻ ജനിക്കേണ്ട തൻ്റെ ആവശ്യത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഒരു ആവശ്യമായി ഇവിടെ സമർപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ പ്രശ്നം എല്ലാം നമുക്ക് വേണ്ടി നമ്മെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ നടത്തുന്നത്. ഹന്ന ഇവിടെ തന്നെ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രാർത്ഥന ഹന്ന ഇവിടെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് മകൻ ജനിച്ചാൽ അവനെ ദൈവാലയത്തിൽ ഞാൻ സമർപ്പിക്കും. നാസ്രവ്രതക്കാരനായി ശിംശോനെ പോലെ നാസ്രവ്രതക്കാരനായി ദൈവത്തിന് വേണ്ടി മാത്രം അവനെ ഞാൻ സമർപ്പിക്കുമെന്നുള്ള വലിയൊരു തീരുമാനത്തിലേക്ക് ഹന്ന ഇവിടെ വരികയാണ്.
ആദ്യം തനിക്ക് മകൻ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ അത് ദൈവത്തിന് നൽകുവാൻ തക്കവണ്ണം അവിടെ സന്നദ്ധമാവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും സ്വന്തം ആവശ്യത്തിൽ നിന്ന് മാറി ദൈവത്തിനുള്ള ഒരു പൂർണ്ണ സമർപ്പണമായി തീരുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥവും അനുഗ്രഹവും ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കർത്തൃ പ്രാർത്ഥന പോലും ആരംഭിക്കുന്നത് അങ്ങയുടെ നാമം വിസ്തീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ദൈവത്തിനാണ് അവിടെ മഹത്വം കൊടുക്കുക, ദൈവനാമ വിശുദ്ധിക്കാണില്ല. അപ്രകാരം ഒരു സമർപ്പണം ഇവിടെ ഹന്ന ഇവിടെ നടത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കാണുന്നു ഏലി പുരോഹിതൻ ഇനി ഹന്നായെ വിധിക്കുന്ന കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. ഹന്ന കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. തേങ്ങി തേങ്ങി അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മാറി നിന്ന് വിധിച്ചവനായ ഏലി പുരോഹിതൻ പറഞ്ഞിരിക്കുന്നു, ഇവൾ മദ്യം ലഹരിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ചുണ്ടുകൾ അവിടെ ചലിക്കുന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എന്തായിരുന്നു, അവിടെ ഹൃദയവിചാരങ്ങളെ അറിഞ്ഞവനായ ദൈവം അവളോട് ഇടപെടുന്നതും അവൾക്ക് മകനെ നൽകുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളും പലപ്പോഴും മറ്റുള്ളവരെ നമ്മൾ വിധിക്കുന്നവരാണ്. അവരവരുടെ ആവശ്യങ്ങൾ എന്തെന്നോ മറ്റുള്ളവരുടെ സ്ഥിതി എന്തെന്നോ മനസ്സിലാക്കാതെ മാറി നിന്ന് വിമർശിക്കുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഓരോ വ്യക്തിയുടെയും മാനസികമായ വ്യഥ എന്തെന്ന് മനസ്സിലാക്കി അവരോട് നമ്മൾ പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയും യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. പോട്ടെ, ഹന്ന അവിടെ ആവശ്യങ്ങൾ ഇതായിരുന്നുവെന്ന് ഏലി പുരോഹിതൻ പറഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് അവളെ വീണ്ടും അവിടെ അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ 18-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ഹൃദയം തുറന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ഹന്നായുടെ മുഖം പിന്നീട് മ്ലാനവതമായിട്ടില്ല. ഇതുവരെയും മക്കളില്ലാത്തതിൽ കരഞ്ഞും വിലപിച്ചും ഒക്കെ നടന്നവൾ ദൈവത്തിന് പൂർണ്ണമായി തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഹൃദയവ്യത മാറി, മ്ലാനവത മാറി എന്ന് പറഞ്ഞാൽ അവൾ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായും ദൈവം തന്നോട് പ്രതികരിക്കുന്ന എനിക്കൊരു മകനെ ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഇപ്പോൾ ഹന്നായിക്ക് വന്നിരിക്കുകയാണ്. കർത്താവും പറഞ്ഞു, നിങ്ങൾ യാചിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആവശ്യം ദൈവം നിറവേറ്റിയെന്ന വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ചഞ്ചല ഹൃദയത്തോടെ പ്രാർത്ഥിക്കാതെ പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ സമർപ്പണത്തോടും കൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് അനുഗ്രഹം നമുക്ക് ലഭിക്കുക. ഹന്ന അപ്രകാരം ഒരു അവസ്ഥയിലേക്ക് മാറുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെയും ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മ്ലാനത മാറി നമ്മളും സന്തോഷമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ 19-ാം വാക്യം വരുമ്പോഴത്തേക്കും ഇനി അതിനുശേഷം എൽക്കാനയിൽ നിന്ന് ശമൂവേൽ എന്ന ബാലൻ ഇവിടെ ജനിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ മുലകുടി മാറിയ ശേഷം ആ കുഞ്ഞിനെ ദൈവാലയത്തിലേക്ക് ഹന്ന അവിടെ കൊണ്ടുവരികയും അവസാനം ദൈവസന്നിധിയിൽ ഒരു നാസീർവ്രതക്കാരനായി പൂർണ്ണ സമർപ്പണമായി ശമൂവേലിനെ അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവൻ ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും എന്നുള്ളതാണ് ഹന്ന പറയുന്ന വാക്കുകൾ. പ്രാർത്ഥനാപൂർവമായ സമർപ്പണം എപ്പോഴും അനുഗ്രഹമാണെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. നമ്മുടെ ഇടയിലും മറ്റുള്ളവരെയൊക്കെ നമ്മൾ വിധിക്കുമ്പോൾ അവരുടെ മാനസികമായ സ്ഥിതി എന്തെന്ന് വ്യക്തമാകാതെ മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ ദൈവം പലപ്പോഴും പല ശോധനകളിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ വന്ധ്യകളായിരുന്ന സ്ത്രീകളിൽ നിന്ന് ജനിച്ച മക്കളിലൂടെയാണ് ബൈബിളിൻ്റെ ചരിത്രം തന്നെ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയം വരെയും ക്ഷമയോടും പ്രാർത്ഥനയോടും കാത്തിരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ദൈവമേ അവിടുത്തെ ഹിതമെങ്കിൽ, അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങണം, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്നിൽ നിറവേറണമെന്ന് പ്രാർത്ഥിക്കാനുള്ള മനോഭാവം. പരിശുദ്ധ അമ്മയും പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്.
പ്രകാരം ഒരു സമർപ്പണത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ എല്ലാവർക്കും വായിക്കാവുന്നതാണ്. നാളെ മുതൽ നമുക്കറിയാം ഹാസ്യ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓശാന ഞായറാഴ്ച മുതൽ 1 മുതൽ നമുക്ക് ഇങ്ങനെയുള്ള വേദവായന പരമ്പര നമുക്കുണ്ടാവില്ല. ആ ആഴ്ചകൾ നമ്മൾ കൂടുതൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് കർത്താവിൻ്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അങ്ങനെയുള്ള പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും എല്ലാവരുമായിരിക്കണം. അതിനുശേഷം ഈസ്റ്റർ മുതൽ നമ്മളിതിൻ്റെ തുടർച്ചയായ അധ്യായങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നതാണ്. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അനവരതമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.